Hi students, welcome to Competitive Cracker. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വരാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് നടന്ന റിസൾട്ട്സ് CCയുടെ ഉണ്ടോ. അപ്പോൾ ഇത്രയും പേർക്കാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് കഴിഞ്ഞോട്ട് കിട്ടിയത് സംഭവം. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്, പണ്ട് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഹൈക്കോർട്ടിൽ നിന്ന് വരാനല്ലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് വരും, നല്ല എക്സാമാണ്, കുറേ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ കൃത്യസമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് ചോദ്യമാണ്. ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റും ചോദിക്കാറുണ്ട്. അറ്റ് പ്രസൻറ്റ് ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദയർ ഇൻ ഇന്ത്യ? അപ്പോൾ ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദയർ ഇൻ ഇന്ത്യ? 21, 23, 24, 25. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എത്ര ഹൈക്കോർട്ട്സ് ഉണ്ട്? 25 ഹൈക്കോർട്ട്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 28 സ്റ്റേറ്റ് ഉണ്ട്, നമുക്ക് 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ എത്ര സ്റ്റേറ്റ്സ്, എത്ര ഹൈക്കോർട്ട്സ് ഉണ്ട്? 25. അപ്പോൾ അതിൽ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഏതാണ്? കൊൽക്കത്ത ഹൈക്കോർട്ട് അല്ലെങ്കിൽ കാൽക്കട്ട ഹൈക്കോർട്ട്. ഏറ്റവും പുതിയത് ഏതാണെന്ന് വെച്ചാൽ അമരാവതി ഹൈക്കോർട്ട്, ദാറ്റ് ഈസ് ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ. ഇത് റിലേറ്റഡും വേറെ ക്വസ്റ്റ്യൻസും വരാം, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കുവാണ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഹൗ മെനി ഹൈക്കോർട്ട്സ് ആർ ദയർ ഇൻ ഇന്ത്യ എന്ന് കണ്ടാൽ ആൻസർ ഈസ് 1D, 25 ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ നോ. അത് ലേറ്റസ്റ്റ് ആണ്, അമരാവതി ഹൈക്കോർട്ട്. അപ്പോൾ 1ൻ്റെ ആൻസർ എന്താ? D, 25 ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഹൂ എമംഗ് ദ ഫോളോയിങ് ഹാസ് ദ പവർ ടു എക്സ്റ്റെൻഡ് ദ ജുറിസ്ഡിക്ഷൻ ഓഫ് എ ഹൈക്കോർട്ട് to any union territory or exclude the jurisdiction from any union territory? അപ്പോൾ കേരള ഹൈക്കോർട്ട് ഇപ്പോൾ ഇത് അണ്ടറിൽ ഏതൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ലക്ഷദ്വീപ് വരുന്നുണ്ട്, പുതുച്ചേരി എന്തിൻ്റെ അകത്താണ് വരുന്നത്? മദ്രാസ് ഹൈക്കോർട്ടിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ പവർ ഉള്ളത്? ടു എക്സ്റ്റെൻഡ് ദ ജുറിസ്ഡിക്ഷൻ ഓഫ് എ ഹൈക്കോർട്ട് ടു എനി യൂണിയൻ ടെറിട്ടറി ഓർ എക്സ്ക്ലൂഡ് ദ ജുറിസ്ഡിക്ഷൻ ഫ്രം എനി യൂണിയൻ ടെറിട്ടറി. ആർക്കാ പവർ ഉള്ളത്? ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണോ, പാർലമെൻ്റ് ആണോ, ഗവർണർ ആണോ, പ്രസിഡൻ്റ് ആണോ? ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഹൂ അമംഗ് ദ ഫോളോയിങ് ഹാസ് ദ പവർ ടു എക്സ്റ്റെൻഡ് ദ ജുറിസ്ഡിക്ഷൻ ഓഫ് എ ഹൈക്കോർട്ട് ഓർ ടു എനി യൂണിയൻ ടെറിട്ടറി ഓർ എക്സ്ക്ലൂഡ് ദ ജുറിസ്ഡിക്ഷൻ ഫ്രം എനി യൂണിയൻ ടെറിട്ടറി? ആൻസർ ഈസ് 2B, പാർലമെൻറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഏതിൽ വരണം? ഇനി എക്സ്ക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം ഒരു യൂണിയൻ ടെറിട്ടറി ഇൻ എ ഹൈക്കോർട്ട്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 2. ആൻസർ ഈസ് B, പാർലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ അല്ലേ? അപ്പോൾ 2 ആൻസർ ഈസ് B, പാർലമെൻറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത്, എ ഹൈക്കോർട്ട് ജഡ്ജ് ക്യാൻ റൈറ്റ് ഹിസ് ഓർ ഹർ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? എ ഹൈക്കോർട്ട് ജഡ്ജ് ക്യാൻ റൈറ്റ് ഹിസ് ഓർ ഹർ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? എപ്പോഴും ഒരു സുപ്രീം കോർട്ട് ജഡ്ജസ് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് അപ്പോയിൻ്റ് ആരാ ചെയ്യുന്നത്? Who is appointing Supreme Court and High Court judges? Answer is President. Clear? അപ്പോൾ നാളെ റെസിഗ്നേഷൻ കൊടുക്കുമ്പോഴും ഈ റെസിഗ്നേഷൻ ലെറ്റർ ആർക്കായിരിക്കും കൊടുക്കാൻ ചാൻസ് ഉള്ളത്? പ്രസിഡന്റ് അല്ലേ. അപ്പോൾ ഹൈക്കോർട്ട് ജഡ്ജ് ക്യാൻ റൈറ്റ് ഹിസ് ഓർ ഹർ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, അതോ ഗവർണർ ഓഫ് സ്റ്റേറ്റ്? അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ ഈസ് എ, പ്രസിഡന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. സെയിം ഇവിടെ നോക്കിയേ. അപ്പോൾ ഹൈക്കോർട്ട് ജഡ്ജിനെ അപ്പോയിൻ്റ് ആരാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രസിഡന്റ്. ക്ലിയർ? ബട്ട് ഒരു ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓത്ത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? അത് മിക്കവാറും ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. ബാക്കിയുള്ള അപ്പോൾ ഹൈക്കോർട്ട് ജഡ്ജസിന് ആരായിരിക്കും ഓത്ത് പറഞ്ഞു കൊടുക്കുക? വേണമെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി ഹൈക്കോർട്ടിനും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരാം. ക്ലിയർ? അപ്പോൾ 3 ആൻസർ ഈസ് എ, പ്രസിഡന്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം.
സാലറി ആൻഡ് അലൗൺസസ്, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചു നോക്കണം ഈ ക്വസ്റ്റ്യൻ. സാലറി ആൻഡ് അലൗൺസസ് ഓഫ് ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആർ ചാർജ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ട്. എന്തായാലും ശമ്പളമൊക്കെ കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. എപ്പോഴും ഓർക്കണം, സുപ്രീം കോർട്ട് ജഡ്ജിൻ്റെ സാലറി അത് ഏതിലാണ് ചാർജ് ചെയ്യുന്നത് വെച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ സാലറി ആൻഡ് അലോവൻസസ് ഓഫ് ദ സുപ്രീം കോർട്ട് ജഡ്ജ് ഏതിലാണ് ചാർജ് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ബട്ട് ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് എന്നാ റിട്ടയർ ആവുന്നത്? 65 വയസ്സിലല്ലേ? അപ്പം പെൻഷൻ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് അത് ഏതിലാണ് ചാർജ് ചെയ്യുന്നത്? അതും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ സാലറി ആൻഡ് അലോവൻസസ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് ആർ ചാർജ്ഡ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. പെൻഷൻ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് ആർ ചാർജ്ഡ് ഓൺ എഗെയിൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ബട്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സാലറി ആൻഡ് അലോവൻസസ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതിലാണ് ചാർജ് ചെയ്യുന്നത് വെച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ 4 ആൻസർ ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബട്ട് എത്രാമത്തെ ഇയറിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ ഏജിലാണ് ഒരു ഹൈക്കോർട്ട് ജഡ്ജ് റിട്ടയർ ആവുന്നത്? 62. അപ്പോൾ ക്വസ്റ്റ്യൻ മാറും. പെൻഷൻ ഓഫ് ഹൈക്കോർട്ട് ജഡ്ജ് അത് ഏതിലാണ് ചാർജ് ചെയ്യുന്നത്? ബാക്ക് ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പം 3 കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. സാലറി ആൻഡ് പെൻഷൻ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. സാലറി ഓഫ് ദ ഹൈക്കോർട്ട് ജഡ്ജ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. പെൻഷൻ ഓഫ് ദ ഹൈക്കോർട്ട് ജഡ്ജ് ഏതിലാണ് ചാർജ് ചെയ്യുന്നത്? എഗെയിൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സാലറി ആൻഡ് അലോവൻസസ് ഓഫ് ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആർ ചാർജ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ട്സ്? 4 ആൻസർ ഈസ് ബി, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ 4 ആൻസർ ഈസ് ബി. ക്ലിയർ? നെക്സ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ. ദ റിമൂവൽ പ്രൊസീജിയർ ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ് ഈസ് ദ സെയിം ലൈക്ക് റിമൂവൽ പ്രൊസീജിയർ ഓഫ്, ശരിക്കും സുപ്രീം കോർട്ട് ജഡ്ജാണ് വരുന്നത്. ബട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുവേ, എങ്ങനെയാണ് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ പുറത്താക്കുന്നത് അതേ രീതിയിലാണ് ഒരു ഹൈക്കോർട്ട് ജഡ്ജിനെയും പുറത്താക്കുന്നത്. ബട്ട് എങ്ങനെയാണ് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ പുറത്താക്കുന്നത് അതേ രീതിയിലാണ് ഹൈക്കോർട്ട് ജഡ്ജ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, പിന്നെ CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ദ റിമൂവൽ പ്രൊസീജിയർ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്, ഹൈക്കോർട്ട് ജഡ്ജ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് CAG ആർ സെയിം. അപ്പോൾ ദ റിമൂവൽ പ്രൊസീജിയർ ഓഫ് ഹൈക്കോർട്ട് ജഡ്ജ് ഇസ് സെയിം ഈസ് ലൈക്ക് ദ റിമൂവൽ പ്രൊസീജിയർ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്. അതാണ് ആൻസർ വരണ്ടേ. ബട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, CAG എല്ലാവരുടെയും റിമൂവൽ പ്രൊസീജിയർ സെയിം അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ പുറത്താക്കുന്നത് അതേ രീതിയിലാണ് ഹൈക്കോർട്ട് ജഡ്ജിനെയും പുറത്താക്കുന്നത്. അതേ സെയിം പ്രൊസീജിയറിലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും പുറത്താക്കുന്നത്. സെയിം പ്രൊസീജിയർ ഫോർ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ 5 ഈ 4 പേരുടെയും പ്രൊസീജിയർ സെയിം ആണ്. ഫ്യൂച്ചറിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് പ്രൊസീജിയർ, അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ? അപ്പോൾ 5 ആൻസർ ഈസ് ഡി, ഓൾ ഓഫ് ദി എബോവ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, which article empowers high courts to issue writs? അപ്പോൾ എന്താണ് റിട്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇഫ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയോലേറ്റഡ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലീഗൽ റൈറ്റും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഹൈക്കോർട്ടിൽ പോകാം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയോലേറ്റഡ് എനിക്ക് സുപ്രീം കോർട്ടിൽ പോകാം. അത് ഏത് റിറ്റ് ആയിരിക്കും? അതാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ അതിൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ എന്തായാലും ഇതല്ല. 143 എന്താണെന്ന് ചോദിച്ചാൽ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിൽ. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് വെച്ചാൽ പ്രസിഡന്റിന് ഒരു ഡൗട്ട് വന്നു നിയമത്തിനെ പറ്റി, പ്രസിഡന്റ് ആരോട് ഡൗട്ട് ചോദിക്കും? സുപ്രീം കോർട്ടിനോട് ചോദിക്കും. അതാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സ് പവർ ടു സൈൻ ദ ബിൽ ഓർ വിത്ത്ഹോൾഡ് ദ ബിൽ.
അല്ലെങ്കിൽ ഗിവ് ഇറ്റ് ടു പ്രസിഡന്റ്. അപ്പോൾ ഗവർണർ ഒന്നെങ്കിൽ ആ ബില്ല് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് ചെയ്യാം, അല്ലെങ്കിൽ അത് പ്രസിഡന്റായി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതും ആണോ? അല്ല. അപ്പോൾ ആൻസർ എന്താ? 6. ആൻസർ ഈസ് ഡി. ആർട്ടിക്കിൾ 226 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്സ്? ആർട്ടിക്കിൾ 226. അത് ഏതൊക്കെ റിറ്റാണ്? ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ റിട്ടും, അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സിൻ്റെ റിട്ടും. ബട്ട് സുപ്രീം കോർട്ടിൽ എനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇവിടെ ലീഗൽ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ് രണ്ടും പോകാം. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 226. അപ്പോൾ വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ഹൈക്കോർട്ട്സ് ടു ഇഷ്യൂ റിട്സ്? ആർട്ടിക്കിൾ 226 is the right answer. അപ്പോൾ 6 answer is D. Next, which is the only union territory that has its own high court? ഈ ഓപ്ഷനിൽ ചണ്ഡീഗറിന് സ്വന്തമായിട്ടുണ്ടോ? ചണ്ഡീഗർ കംസ് അണ്ടർ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്. ചണ്ഡീഗർ കംസ് അണ്ടർ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട്. ഡൽഹിക്ക് സ്വന്തമായിട്ടൊരു ഹൈക്കോർട്ട് ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് ഡൽഹി. പുതുച്ചേരി കംസ് അണ്ടർ വിച്ച് ഹൈക്കോർട്ട്? മദ്രാസ് ഹൈക്കോർട്ട്. ലക്ഷദ്വീപ് കംസ് അണ്ടർ കേരള ഹൈക്കോർട്ട്. പിന്നെ ചിലപ്പോൾ കാണാം ജമ്മു കശ്മീരിന് സ്വന്തമായിട്ടൊരു ഹൈക്കോർട്ട് ഉണ്ട്, ജമ്മു കശ്മീർ ആൻഡ് ലഡാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഈ ഓപ്ഷനിൽ നോക്കിയേ, വിച്ച് ഇസ് ദ ഓൺലി യൂണിയൻ ടെറിട്ടറി ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഹൈക്കോർട്ട് എന്ന് കണ്ടാൽ 7. ആൻസർ ഈസ് ബി. ഡൽഹി ഹൈക്കോർട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 7 ആൻസർ ഈസ് ബി. ഡൽഹി ഹൈക്കോർട്ട് ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ജുറിസ്ഡിക്ഷൻ വെച്ചും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് സംതിങ് റിഗാർഡിങ് എന്താണ്? ഹൈക്കോർട്ടിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് എങ്ങനെ കുറച്ചും കൂടെ ട്രിക്കി ആക്കും നമ്മൾ ഓരോ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 7 ആൻസർ ഈസ് ബി. ഡൽഹി ഹൈക്കോർട്ട് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത്, ദ ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്സ് അണ്ടർ 226. ശരിയാണ്. ദ ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്സ് അണ്ടർ ആർട്ടിക്കിൾ 226 for the enforcement of only fundamental rights, only legal rights, fundamental and legal rights, അതോ none. ആർട്ടിക്കിൾ 226 വഴി ഏതൊക്കെ റൈറ്റ്സിന് വേണ്ടി എൻഫോഴ്സ് ചെയ്യാൻ കൊണ്ടുവരാം? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്. ഇവിടെ 32 ആയിരുന്നെങ്കിൽ സുപ്രീം കോർട്ട് എപ്പോഴാണ് ഇടപെടുന്നത്? ഇഫ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ വയോലേറ്റഡ്, ഐ ക്യാൻ ഡയറക്ട്ലി ഗോ ടു സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32. ബട്ട് ഹൈക്കോർട്ടിൽ എന്താ? ഇഫ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓർ മൈ ലീഗൽ റൈറ്റ്സ് ആർ വയോലേറ്റഡ്, ഐ ക്യാൻ ഗോ ടു ഹൈക്കോർട്ട്. അപ്പോൾ റിട്ടിൽ ആരാ കുറേ കൂടെ പവർഫുൾ അല്ലെങ്കിൽ വൈഡ് പവർ ഉള്ളത്? അത് ഹൈക്കോർട്ടിനാണ്. ലീഗൽ റൈറ്റിലും ഇഷ്യൂ ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയോലേഷനിലും ഇഷ്യൂ ചെയ്യാം. ബട്ട് സുപ്രീം കോർട്ടിന് അകപ്പാട് എന്തിലാണ് കുറേ കൂടെ പവർ ഉള്ളത്? ദാറ്റ് ഈസ് എ വയോലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് വരുമ്പോഴാണ് ഇത് വരുന്നത്. ബട്ട് ഇവിടെ എടുത്തു ചോദിച്ചിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 226 ആണ്. അപ്പോൾ ദ ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്സ് അണ്ടർ ആർട്ടിക്കിൾ 226 ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ റൈറ്റ്സ്. അപ്പോൾ 8 ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ? നോട്ട് എ ക്വാളിഫിക്കേഷൻ ആണ്, അതിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ഹൈക്കോർട്ട് ജഡ്ജ്? മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതെന്തായാലും വേണം. മസ്റ്റ് ഹാവ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഫോർ 5 years. അതും വേണം. മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 45 years ഓൾഡ്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത് വേണ്ട. മസ്റ്റ് ഹാവ് എ പ്രാക്ടീസ് എസ് എ അഡ്വക്കേറ്റ് ഫോർ 10 years. അതെന്തായാലും വേണം അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടാത്തത്? അപ്പം 9 ആൻസർ എന്താ വരണ്ടേ? ഉറപ്പായിട്ടും അപ്പോൾ ആൻസർ ഷുഡ് ബി സി അല്ലേ? മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 45 years ഓഫ് ഓൾഡ്. ആ കണ്ടീഷൻ വേണ്ട. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ഹൈക്കോർട്ട് ജഡ്ജ്? മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 45 years ഓഫ് ഓൾഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പം 9 ആൻസർ ഈസ് സി. ക്ലിയർ? നെക്സ്റ്റ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ത്രൂ വിച്ച് അമെൻമെൻറ്റ്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു. എന്താണ്? ഒരു ഹൈക്കോർട്ട് ജഡ്ജ് 62ാമത്തെ വയസ്സിലാണ് റിട്ടയർ ആകുന്നത്. ബട്ട് പണ്ട് 60 ആയിരുന്നു. അത് മാറ്റിയിട്ട് എത്രയാക്കി? 62 ആക്കി. അപ്പോൾ ത്രൂ വിച്ച് അമെൻമെൻറ്റ് ആക്ട് the retirement age of High Court judge increased from 60 to 62 years. 10th Amendment, 12th Amendment, 14th Amendment, അതോ 15th Amendment? അതാണ് ചോദ്യം. Through which Amendment Act the retirement age of High Court judge increased from 60 to 62 years? 10th ആണോ? അല്ല. 10th
എന്താ പറയുക, നമ്മുടെ യൂണിയൻ ടെറിട്ടറിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. 12th യൂണിയൻ ടെറിട്ടറി പറ്റിയാണ് സംസാരിക്കുന്നത്. 14th യൂണിയൻ ടെറിട്ടറിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദാദ്ര ദമൻ ദയു നമ്മളിപ്പോൾ കേൾക്കാറില്ലേ, ദാദ്ര ദമൻ ദയു, ഗോവ, പിന്നെ പുതുച്ചേരി, അതൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ 10, 12, 14th UTസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാവാനാണ് ചാൻസ് ഉള്ളത്? 15th അമെൻമെൻറ്റ്. അപ്പോൾ ത്രൂ വിച്ച് അമെൻമെൻറ്റ് ആക്ട് the retirement age of High Court judges increased from 60 to 62 years. Answer is 15th Amendment Act is the right answer. അപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടോ, ഒന്നെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബിക്കോസ് ലാസ്റ്റ് ഇയർ ചോദിച്ചത് ഏറ്റവും കൂടുതൽ ജുറിസ്ഡിക്ഷൻ ഉള്ള ഹൈക്കോർട്ട് ഏതാണെന്നാണ് ചോദിച്ചത് 2024. അത് ഗുവാഹട്ടിയാണ്. ചിലപ്പോൾ ഒന്ന് കട്ടിയായിട്ട് ചോദിക്കാം, എപ്പോഴാണ് അമെൻമെൻറ്റ് മാറ്റി 60 തൊട്ട് 62 ആക്കിയത്. ചിലപ്പോൾ പവേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിളായിട്ട് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ജുഡീഷ്യറി റിലേറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സംഭവം. അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയേ, സീത ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രി മതി, നല്ല സാലറി ഉണ്ട്. അപ്പോൾ ന്യൂ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ കണ്ടക്റ്റും ചെയ്യും സംഭവം. അപ്പോൾ സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ജോബ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ട്, എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.